ഹായ് മക്കളെ, ടീച്ചർ ഇതാ പുതിയൊരു ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഫൺ വിത്ത് മാത്സ്. മിനിറ്റുകൾ കൊണ്ട് ചെയ്യുന്ന പ്രോബ്ലംസ് സെക്കൻഡുകൾ കൊണ്ട് ചെയ്ത് നമുക്ക് അടിപൊളിയാക്കാം, ക്ലാസ്സിലെ ടോപ്പറാകാം, ഷൈനിങ് സ്റ്റാർസ് ആക്കാം. ഒപ്പം തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനകത്ത് എല്ലാവർക്കും ടോപ്പറാകാൻ ഫൺ വിത്ത് മാത്സ്. ദാ ടീച്ചർ പുതിയൊരു മാജിക് മാറ്റിൻ്റെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ടോളൂ. എങ്ങനെയാണ് മിനിറ്റ് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് സെക്കൻഡ് കണക്കിന് നിങ്ങൾ ചെയ്തു തീർക്കുന്ന അടിപൊളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കണേ. വിട്ടുപിടുക്കലായിട്ടുള്ള കൂട്ടുകാരെല്ലാവരും ഫൺ വിത്ത് മാത്സിലേക്ക് വെൽക്കം. ഹായ് മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും മാത്സിനകത്ത് ടോപ്പറാകണം. നമുക്ക് നമ്മുടെ മാജിക് മാഗ്നറ്റിലൂടെ ഇന്ന് ടീച്ചർ പറയുന്നത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്ട് ഈസി വേ ആട്ടോ. ദാ നോക്കൂ, 232 ഡിവൈഡഡ് ബൈ 5. നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാ? 232 ഡിവൈഡ് ബൈ 5. 5 4s are 20, 3 2 32 ആയി. Then 6 5s are 30. ഇത് മൈനസ് ചെയ്യുമ്പം ഇവിടെ മൈനസ് ചെയ്താട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു 0 കൊടുക്കും, ഡെസിമൽ ഫോമിലേക്ക് മാറ്റാം. എന്നിട്ട് 4. എന്ത് കഷ്ടപ്പാടല്ലേ! ഇതാ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്കിതാ ആൻസർ ചെയ്യാം. ഇതിൻ്റെ എല്ലാത്തിനും ഡബിൾ എടുത്തേ. 4 6 3യുടെ ആണ് ഡബിൾ 6 2ൻ്റെ 4. ഇതിൻ്റെ ഒരു പ്ലേസ് മാറ്റി പോയിൻ്റ് ചെയ്തിട്ട് എങ്ങനെ ഉത്തരവായി കണ്ടോ? 46.4. ഇവിടെയും 46.4. ഈസി ആയില്ലേ? 7 5 6 ഡിവൈഡഡ് ബൈ 5. ദാ ഇതിനെ നമുക്ക് ഡബിൾ ചെയ്യാം. 6 + 6 12, റിമൈൻഡർ 1. 5 + 5 10 + 1 റിമൈൻഡറാണ് 11 ആയി മാറി. 7 + 7 14 + 1 15. ആൻസർ ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ചെയ്തു. ഹാപ്പിയായോ? നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ വലിയ ഡിജിറ്റിനെ നമുക്ക് പറ്റുമോ നമുക്കൊന്ന് നോക്കിയാലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഡബിൾ നിങ്ങൾ താനെ എടുത്ത് ആ റിമൈൻഡറൊക്കെ ഒന്ന് കൂട്ടി ചേർത്ത് വരുമ്പോൾ കണ്ടോ, ദാ ഒരു പ്ലേസ്മെൻറ്റ് പോയിന്റ് ചെയ്തു. ഇനി നിങ്ങൾ ഓർക്കും വലിയ ഡിജിറ്റുകളായാലോ. 6 6 5. അതിനെ 5 നിങ്ങളതിനെ റീഡ് ചെയ്യുക പോലും ചെയ്യണ്ട. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിളിങ് എടുത്ത് റിമൈൻഡർ പ്ലസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം കേട്ടോ. നിങ്ങൾക്ക് മിടുക്കരാവാം. നമുക്കെല്ലാം ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ചെയ്യാം. ഈ പോയിന്റ്